ചിന്നു. അതെ, ഞങ്ങള് മനസ്സിലായോ? ഓ മനസ്സിലായി. പാർവതി കൊച്ചമ്മയുടെ മോളല്ലേ? ആ. വാ. ഞാൻ 2 ദിവസം മുമ്പ് നീരേറ്റിലേക്ക് വന്നിരുന്നു. അപ്പൊ നിങ്ങള് വേറെ എവിടേക്കോ പോയിരിക്കായിരുന്നു. അയ്യോ, ഇവിടെ പോന്ന് ഇരിക്കാൻ തരാനായിട്ട്. ഏയ് ഒന്നും വേണ്ട ചേച്ചി. കരുമൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ആ, ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ, എങ്ങോട്ട് പോയിന്നറിയില്ല. ഹീസ് റിയലി ഗ്രേറ്റ് ചേച്ചി. ഇത്രയും ധൈര്യമുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. അതേതോ ഒരുത്തൻ മീതുവിനെ വഴി തെരഞ്ഞപ്പോ കരുമൻ അയാളെ അടിച്ചോടിച്ചു. അതിന്റെ ആരാധനയാ. ഇപ്പൊ വന്നു തന്നെ പുള്ളിക്കാരനെ കാണണമെന്ന് പറഞ്ഞ എന്തൊരു നിർബന്ധമായിരുന്നു. ആ, ദാ ആളെത്തിയല്ലോ. ഇതാരൊക്കെയാ? നമസ്കാരം. ഹലോ. ഇതെങ്ങനെ ഇവിടെ എത്തി? എത്തിപ്പെട്ടു. ഇതെന്റെ വകയൊരു സമ്മാനമാ. എന്താ ഇത്? ഇതൊരു പാന്റും ഷർട്ടുവാ. അയ്യോ, ഇതൊക്കെ എന്തിനാ എനിക്ക്? കരിമൻ ഇതൊന്നും ഇടുന്ന കൂട്ടത്തിലല്ല. എന്തായാലും കല്യാണത്തിന്റെ തലേന്ന് ഇടാൻ ഒരു കുപ്പായല്ലോ. ഞങ്ങളുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞതാ മൃദുല കുഞ്ഞെ. മകരത്തിലാ കല്യാണം. കൺഗ്രാറ്റ്സ്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്ന് ശരി. അയ്യോ, എന്താ എന്താ പറ്റിയേ? മീതു, മീതു, ഇല്ല ഒന്നുമില്ല. മീതു, ചിന്നു, പെട്ടെന്ന് പെട്ടെന്ന്. മീതു, മീതു, എന്താ മീതു? എന്താ പറ്റുന്ന മീതു നോക്ക്. അച്ഛൻ വെറുതെ വിഷമിക്കേണ്ട. ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ പാർവതിയെ ഞാൻ വിളിച്ചിരുന്നു. മൃദുലയ്ക്ക് ഒരു കുഴപ്പമില്ല. നേരാവണ്ണം ആഹാരം കഴിക്കാത്തതിന്റെ. അതെന്താ ഇവിടെ ഒന്നും വെച്ചോണ്ടാകാഞ്ഞിട്ടാണോ? അതല്ല ചാ, അവള് രാവിലെ ചിന്നുവിനെയും കരുമനെയും കാണാൻ കാട്ടിലേക്ക് പോകാനുള്ള ആവേശത്തിൽ ഒന്നും കഴിച്ചില്ലെന്നാ അമ്മണിയമ്മ പറയുന്നേ. മാത്രമല്ല, അവള് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ദൂരം നടക്കുന്നേ. എന്നാലും കല്യാണാലോചന നടക്കുന്ന കുട്ടിയാ. തലകറങ്ങി വീടുന്നൊക്കെ മറ്റുള്ളവർ അറിഞ്ഞാൽ. ഇതിപ്പോ ആരും അറിയില്ല ചാ. അതുകൊണ്ടല്ലേ പാർവതി എന്നെ ഹോസ്പിറ്റലിലേക്ക് പോയത്. ഒരാപത്തിന്റെ സങ്കടം മാറി വരുമ്പോ വേറൊന്ന് വന്ന് കൂടുന്നല്ലോ ഭഗവതി. എന്റെ കുഞ്ഞിന് ആപത്തൊന്നും വരാതെ കാക്കണേ. ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണം കഴിക്കാത്തതിന്റെ. ഹലോ. ആ, ഏട്ടനാ, എന്തായി? ആ, എങ്കിൽ നീ മോളെ കൊണ്ട് പെട്ടെന്ന് വാ. ദേ, അച്ഛനോട് വല്ലാതെ പേടിച്ചിരിക്കുക. കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? ആ, നീങ്ങ വാ. പാർവതി അച്ഛാ. എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, ആഹാരം കഴിക്കാതെ സ്ട്രെയിൻ ചെയ്തതിൻ്റെയാ. ഈശ്വര, വരില്ല മോളെ, അവക്കൊന്നും വരില്ല. ഇനി എൻ്റെ കൊച്ചുമക്കളുടെ ദുഃഖം കാണാൻ എനിക്ക് വയ്യ. കുറെ കണ്ടു, അനുഭവിച്ചു. എൻ്റെ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും എന്തെങ്കിലും വരുത്തുന്നതിന് പകരം ഭഗവാൻ എന്നെ ശിക്ഷിച്ചോട്ടെ. അതാ ഇപ്പൊ എൻ്റെ പ്രാർത്ഥന. എന്നാ സോഫി ഒരു ചിരി? ഏതോ സന്തോഷ വർത്തമാനം വിളിച്ചു പറഞ്ഞ മട്ടുണ്ടല്ലോ. സത്യ ജോയിച്ചാൻ പറഞ്ഞത്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത ഞാൻ കേട്ടിട്ടില്ല. എന്നതാ സോഫി? ബോബന് ഇനി ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ല. ഹോസ്പിറ്റലിലെ എല്ലാ ടെസ്റ്റുകളും ഉറപ്പിച്ചു പറഞ്ഞു ബോബന് ഇനി ഒരിക്കലും ഒരു അപ്പനാവില്ലെന്ന്. എങ്ങനെ ആഘോഷിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നേ. ഇതിനാണോ സോഫി ഇത്രയധികം സന്തോഷിച്ചേ? പിന്നല്ലാതെ. എന്റെ ഭർത്താവിനെ കൊന്ന ഫിലിപ്പോസിന്റെ മകന്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ട ഗതികേട് എന്റെ മോൾക്കുണ്ടായില്ലല്ലോ. അതിൽ പര സന്തോഷം വേറെ എന്നാ എനിക്ക്? സോഫി, ഇതിരി കടന്ന കൈയായി പോയി. സെലീന മോളുടെ കണ്ണീര് കണ്ടാൽ മതിയല്ലേ സോഫിക്ക്? അവൾ എന്തിനു കണ്ണീര് കുടിക്കണം? ആണല്ലാത്തവന്റെ കൂടെയുള്ള പൊറുതി അങ്ങ് അവസാനിപ്പിച്ച പോരെ? എത്ര എളുപ്പം പരിഹരിച്ചു പ്രശ്നം. ഒരിക്കൽ 3 മാസം ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് നടന്നുള്ള സെലീന. അത് നഷ്ടപ്പെട്ടപ്പോൾ ആ പാവത്തിന് നെഞ്ചിലെ പിടപ്പ് കണ്ടു നിന്നവനാ ഞാൻ. എനിക്കറിയാം സെലീന മോള് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഏറ്റവും വലിയ മോഹം അത്. സ്വന്തം കുഞ്ഞിനെ ലാളിക്കാൻ ഏത് പെണ്ണിനാ മോഹം ഉണ്ടാവാത്തത്?
പോലീസിന്റെ ഗൗരവം കൊണ്ട് നടന്നാലും അവളൊരു പെണ്ണാ. അമ്മയാവാനുള്ള മോഹം ഒരു പെണ്ണിന്റെ അവകാശമല്ലേ സോഫി? സ്വന്തം മോക്ക അവകാശം നഷ്ടപ്പെട്ടപ്പോൾ എങ്ങനെയാ സോഫിക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്? എന്റെ മനസ്സിൽ ഫിലിപ്പോസിനോടുള്ള പക എനിക്ക് സന്തോഷം തന്നത്. അനന്തേട്ടനെ ചുട്ടുകൊന്നവന്റെ മകൻ എനിക്ക് ശത്രുവായതും അങ്ങനെ തന്നെയാ. ജോയിച്ചാൻ പറ, സെലീനയുടെ ഡാഡിയെ കൊന്നവന്റെ പേരക്കുഞ്ഞ് അവളുടെ വയറ്റിൽ പിറക്കണോ? എന്തൊക്കെ ന്യായം പറഞ്ഞാലും ശരി, എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. എന്നാലും സലീന ഇല്ല, ആ കൊച്ചും ഫിലിപ്പോസിനെ പോലെ തന്നെ എന്റെ ശത്രുവായി വളരും. അങ്ങനെ ഒരു ബന്ധം ഞാൻ അംഗീകരിക്കത്തില്ല ജോയിച്ചായ. അവൾ അവനോടൊപ്പം കഴിയുന്നിടത്തോളം കാലം എന്റെ മകൾ സെലീന പോലും എനിക്ക് ശത്രുവായിരിക്കും. സോഫി, ബോബൻ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുക. നിന്നെക്കുറിച്ച് തന്നെയാ. ഒരുപാട് മോഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ നിനക്കുണ്ടായിരുന്നല്ലോ. എനിക്കറിയാം, പ്രസവിക്കാൻ കഴിയാത്തൊരു സ്ത്രീയെ ഭാര്യയായി കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലേ? മനസ്സുകൊണ്ട് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു വരുന്നു, അതല്ലേ ബോബൻ? സെലീന, ഒരിക്കലും നിന്നോടുള്ള ഇഷ്ടം കുറയില്ല. നിന്റെ വിഷമം കാണുമ്പോൾ, നിന്നോട് ചേർന്നിരിക്കുമ്പോൾ എങ്ങനെ നിന്നെ ആശ്വസിപ്പിക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. ബോബനാണ് അസുഖമെന്ന് മമ്മിയോട് എന്തിനാ പറഞ്ഞേ? സത്യം പറയാമായിരുന്നില്ലേ? അറിയുമ്പോൾ അറിയട്ടെ. തൽക്കാലം നിനക്കൊരാശ്വാസം, അത്രയും ഞാൻ കരുതിയുള്ളൂ. ആശ്വാസം പരസ്പരം സ്നേഹിക്കാനല്ലാതെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നമ്മൾ ഇതുവരെ? ഇപ്പോ സ്നേഹിക്കാനും ആശ്വസിപ്പിക്കാനും വാക്കുകൾ പോലും കിട്ടുന്നില്ല. പഴയ കാലത്തെ തിന്മകൾക്ക് ദൈവം പ്രതികാരം ചെയ്യുക. എന്റെ ഉള്ളിൽ തുടിച്ചിരുന്ന ഒരു ജീവൻ അഹങ്കാരം കൊണ്ട് നശിപ്പിച്ചതിന് ദൈവത്തിന്റെ പ്രതികാരം ഇതൊക്കെ. നീ പഴയതൊന്നും ഓർക്കണ്ട. ചില ജീവിതങ്ങൾ ഇങ്ങനെയൊക്കെയാ, നമ്മളെപ്പോലെ. എന്തൊക്കെയോ ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത പോലെ. ഇതറിയുമ്പോൾ പലരും പല കഥയും പറഞ്ഞെന്നിരിക്കും. നീ മനസ്സ് വിഷമിപ്പിക്കരുത്. എന്നത്തിനായാലും നിനക്ക് ഞാനുണ്ട്. എനിക്കതറിയാം. എന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയണ്ടേ? എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു നമ്മുടേതെന്ന് അവകാശപ്പെടാൻ ഒരു കുഞ്ഞ്. അതിന്റെ കളിയും ചിരിയും ബഹളങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ? എന്നിട്ടിപ്പോ ബോബനൊരു കുഞ്ഞിനെ തരാൻ എനിക്ക് പറ്റില്ലല്ലോ. നിനക്ക് സന്തോഷമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കളിയും ചിരിയും ഒക്കെ താനേ ഉണ്ടാവും. കുഞ്ഞിന്റെ കാര്യത്തിൽ നീ വിഷമിക്കണ്ട. നമുക്ക് വളർത്താൻ ഒരു കുഞ്ഞിവിടെ ഉണ്ടല്ലോ, അത് മതി. നമുക്ക് അവനെ വളർത്താം. നിന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് അവൻ വളരട്ടെ. കുട്ടികളില്ലാത്ത എത്രയോ പേര് ദത്തെടുക്കുന്നു. ഇതങ്ങനെയാണോ? എൻ്റെ കുഞ്ഞല്ലേ, നീ വേണ്ടേ അവനെ വളർത്താൻ? എനിക്ക് അവനോട് സ്നേഹക്കുറവൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ടീനെ അറിഞ്ഞ കുഞ്ഞിനെ അവൾ വന്ന് കൊണ്ടുപോവില്ലെന്ന് എന്താ ഒരു ഉറപ്പ്? പ്രസവിച്ചത് അവളല്ലേ? ആ ഒരു അവകാശം കൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട. പള്ളിവക അനാഥാലയത്തിൽ നിന്നും നിയമപ്രകാരം എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മുടെ മോനായി അവൻ ഇവിടെ തന്നെ വളരും. നിയമത്തേക്കാൾ വലുതല്ലേ ബോബൻ രക്തബന്ധം? ഏത് കോടതിയായാലും അത് അംഗീകരിക്കത്തില്ലേ? കോടതിക്ക് മുകളിലാ ദൈവം. അതുകൊണ്ടാ എൻ്റെ മോനിപ്പോൾ ഈ വീട്ടിൽ വളരുന്നത്. നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. നിന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ എൻ്റെ കുഞ്ഞിനെ ദൈവം നേരത്തെ ഇവിടെ എത്തിച്ചത്. ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്ക്? മനംപുരട്ടന്റെ ശല്യം ഉണ്ടോ ഇപ്പോഴും? അതിപ്പോഴങ്ങ് മാറത്തില്ല. 2-3 മാസം എന്തായാലും കാണും. ഡോക്ടറോട് പറഞ്ഞാൽ അതിന് മരുന്നും തരത്തില്ലേ? നല്ല കാര്യായി. ഇനി അങ്ങോട്ട് കഴിവതും മരുന്നുകളൊന്നും കഴിക്കാൻ പാടില്ല. അത് കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും. നീ ഇനി വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെന്ന് തലയിടരുത്. ഇപ്പൊ നിന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിന്റെ കാര്യത്തിലെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഓക്കെ, ഞാൻ ഒരു പ്രശ്നത്തിനും ചെന്ന് തലയിടുന്നില്ല. എനിക്ക് വേണ്ടി റിച്ചി എങ്ങനെയെങ്കിലും ഫിലിപ്പോസിന്റെ കയ്യിൽ നിന്ന് ത്രേസ്യാമ്മച്ചിയുടെ പ്രമാണങ്ങൾ കൈക്കലാക്കി അത് ത്രേസ്യാമ്മച്ചി ഏൽപ്പിക്ക്.
പിന്നെ ഈ ടീനയ്ക്ക് സ്വസ്ഥം ഗ്രഹഭരണം മാത്രം. അതിനിപ്പോ ത്രേസ്യാമച്ചി അബോധാവസ്ഥയിൽ കിടപ്പല്ലേ? ഓ, അതൊക്കെ ഉടനെ അങ്ങ് നേരെയാവത്തില്ലേ? അത്ര വലിയ പരുക്കൊന്നും പറ്റിയതല്ലോ. പ്രമാണങ്ങൾ ഫിലിപ്പോസിന്റെ കയ്യിലുണ്ടെന്ന് നിനക്കുറപ്പാണോ? അതെ, ആ വീട്ടിൽ തന്നെ ഉണ്ട് അതൊക്കെ. അയാളിപ്പോ തനിച്ച അവിടെ. പ്രമാണങ്ങൾക്ക് ഒരു സർപ്പത്തെ പോലെ കാവലിരിക്കാന്നാ മാത്യൂസ് അച്ചായൻ പറഞ്ഞത്. അച്ചായൻ മാത്രമാ ആ വീട്ടിൽ കയറി ഇറങ്ങുന്ന ഒരേ ഒരു വ്യക്തി. പക്ഷേ അങ്ങേരിങ്ങനെ കാവലിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അതെങ്ങനെ കൈക്കലാക്കുമെന്നാ നീ പറയുന്നേ? മോഷണം, പച്ചയ്ക്കുള്ള മോഷണം, അല്ലെങ്കിൽ ഭവനഭേദനം, കൊള്ളയടിക്കുക. ഹാ, അയാളോട് എന്നാ ക്രൂരത കാട്ടിയാലും അത് ദൈവത്തിന്റെ പുസ്തകത്തിൽ പുണ്യപ്രവൃത്തിയായിട്ടേ വരവ് വയ്ക്കൂ. മാത്രമല്ല, നമ്മൾ ഈ തെറ്റ് ചെയ്ത് നമുക്ക് വേണ്ടിയല്ല, ഒരു പാവ സ്ത്രീയെ ചതിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ. അപ്പൊ തെറ്റില്ല റിച്ചി, ഒരു വലിയ ശരിയാ. എന്നാലും എങ്ങനെ അത് സാധിച്ചെടുക്കുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. റിച്ചിയെ മാത്യൂസ് അച്ചായൻ സഹായിക്കും. അച്ചായനെ കൂട്ടുപിടിച്ച് അടുക്കള വാതിലിലൂടെ മറ്റോ രാത്രിയിൽ അകത്ത് കയറി കൂടണം. ആ വീടിന്റെ ഭൂമിശാസ്ത്രമൊക്കെ നിനക്കും കുറച്ചറിയാലോ. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സാഹചര്യവും സന്ദർഭവും ഒക്കെ നോക്കി കാര്യം അങ്ങ് നടത്തണം. ഇനി ഗതി കെട്ടാൽ അയാളെ തല്ലി വീഴ്ത്താനും പഠിക്കണ്ട. അച്ചായോ, ആരാത്? ഇത് ഞാനാ ചായ, മാത്യൂസേ. എനിക്കിപ്പോ ആരെയും കാണണ്ട. എന്റെ അച്ചായ പൊറോട്ടയും താറാവ് കറിയും കൊണ്ടുവന്നിരിക്കുവാ ഞാൻ. ഉച്ചക്ക് ഒന്നും കഴിച്ചില്ല. ഇങ്ങനെ പോയാ അച്ചായൻ ചത്തുപോകും കേട്ടോ. നീ മാത്യൂസ് തന്നെ ആന്നോടാ? ഇതെന്നാ അച്ചായ, എന്റെ ഒച്ച കേട്ടാൽ അറിയത്തില്ലയോ? ദേ, വാതിൽ തുറന്നേ. എന്റെ അച്ചായനെ അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചു പോവാൻ എനിക്ക് പറ്റുമോ? വാതിൽ തുറന്നേ. അച്ചായോ, വാതിൽ തുറക്കാൻ. അച്ചായോ, അയ്യോ, ഇതെന്നാ കത്തിയും കൊണ്ട്? ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ലടാ മാത്യൂസേ. എല്ലാം കള്ളന്മാരാ, അടിച്ചോണ്ട് പൊക്കളയും. അതിനിപ്പോ ഇവിടെ എന്നാ ഇരിക്കുവാ അടിച്ചോണ്ട് പോവാൻ? എല്ലാ ബാങ്കിലല്ലയോ ഉള്ളത്. ദേ, അച്ചായൻ അങ്ങോട്ട് ഇരുന്നാട്ടെ, എന്നിട്ട് വയറ് നിറച്ച് ഇത് കഴിച്ചാട്ടെ. ഇതെന്നാ കോലമാ ചായ? കുളിയും നനയൊക്കെ ഉപേക്ഷിച്ചോ? ഞാൻ കുളിക്കുമ്പോഴേ വല്ലവരും വന്നെന്റെ സ്വത്തുക്കൾ അടിച്ചോണ്ട് പോയാലോ? ഇങ്ങനെ പോയാ ഞാൻ ഇവിടെ തന്നെ താമസിച്ചേ പറ്റത്തുള്ളൂ. ആ കത്തി ഇങ്ങ് തന്നെ. വേണ്ട, കത്തി എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്നാലേ ഞാൻ ചെന്ന് പ്ലേറ്റും വെള്ളവും ഒക്കെ എടുത്തേച്ച് വരാം. അപ്പോഴേക്ക് ഇച്ചായും പുറകെ പോന്നോ? ദേ, ഇങ്ങനെ പേടിക്കാൻ മാത്രം എന്നതാ? ബാങ്കിലെ കാശ് ഇവിടെ ഇരിക്കുവാന്നോ? ദേ, അച്ചായൻ വന്നേ, വാ. ഇരി അച്ചായ. ദേ, ഇത് കഴിച്ചേ. കള്ളൻ കയറി, കള്ളൻ, കള്ളൻ. അച്ചായ കറണ്ട് പോയതാ. അങ്ങ് ഇങ്ങ് നീങ്ങല്ലേ, ഞാൻ മെഴുകുതിരി കത്തിക്കാം. അച്ചായ നിക്കണേ. കൊടുക്കത്തില്ല ഞാൻ, ഒരുത്തിനും എന്റെ പ്രമാണങ്ങൾ കൊടുക്കത്തില്ല ഞാൻ. ഒറ്റ എണ്ണത്തിന് ഞാൻ ചുമ്മാ വിടത്തില്ല.
ഒരിടവേളയ്ക്ക് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ വീണ്ടും എത്തുന്നു. കഥയുടെ കനൽ ചൂടുമായി വീണ്ടും ജ്വാലയായി ഉജ്ജ്വലമായ തിരിച്ചുവരവിലേക്ക്. താൻ ജീവനെപ്പോലെ സ്നേഹിച്ച കൊച്ചു ത്രേസ്യയുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടെ കഴിയുന്ന സ്നേഹസമ്പന്നനായ കൃഷ്ണപിള്ള. കരുമനമൊത്തൊരു ജീവിതം സ്വപ്നം കണ്ട ചിന്നുവിൻ്റെ മുന്നിലേക്ക് അഗ്നിശലാഖ പോലെ പാറി വീണ മൃദുല. പണക്കൊതി മൂത്ത് മതിഭ്രമം പിടിപെട്ട ഫിലിപ്പോസിൻ്റെ അവിസ്മരണീയമായ അഭിനയ മുഹൂർത്തങ്ങൾ. ടീനയും പാർവതിയും സോഫിയും സെലീനയും അവരുടെ ജീവിതത്തിലെ ഏറ്റവും സംഭവബഹുലമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇതുവരെ കാണാത്ത കേൾക്കാത്ത വിസ്മയങ്ങളുടെ ജ്വാല. അതെ, നിങ്ങളുടെ വീണ്ടും ജ്വാലയായി അരികിലില്ലേ ഞാനരികിലില്ലേ, അരികിലില്ലേ ഞാനരികിലില്ലേ, അണയാത്ത ജ്വാലയായി മനസ്സിലില്ലേ, അഴലിൻ്റെ മുകിലുകൾ പെയ്യുമ്പോഴും നെഞ്ചിൽ എരിയുന്ന സ്നേഹത്തിൻ ജ്വാലയായി വീണ്ടും ജ്വാലയായി. അരികിലില്ലേ